ആറന്മുള മണ്ഡലത്തിലാണ് ഗവൺമെന്റ് എത്തിയത്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നു. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ കവർച്ച നടന്നെന്ന് പരാതി. 2 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി ഗൗരി ലക്ഷ്മി ബായി നൽകിയ പരാതിയിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷൻ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഷബീദ് റാവുത്ത് ടെലിഫോണിൽ. ഷബീദ്, പറയൂ. പക്ഷേ നമ്മളെ സംബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇത്രയധികം വലിയൊരു കവർച്ച, അതും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിത മേഖലയെ കരുതുന്ന കവടിയാർ കൊട്ടാരത്തിൽ നടന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം. മാത്രമല്ല 2 കോടി മൂല്യമുള്ള സ്വർണം കവർന്നതായിട്ടാണ് പരാതി. ഇതിൽ പരമ്പരാഗതമായി കൈമാറിയിട്ടുള്ള വജ്രം പതിച്ചിട്ടുള്ള ആഭരണങ്ങൾ അടക്കമുണ്ട് എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഗൗരി ലക്ഷ്മി ഭായ് ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുന്നത്. ആ പരാതി പിന്നീട് ഒരു പ്രാഥമിക എസ്റ്റിമേറ്റ് ഒക്കെ പൂർത്തിയാക്കി പെരൂർക്കട പോലീസിൽ കൈമാറുകയായിരുന്നു. പെരൂർക്കട പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ഇപ്പോൾ നടത്തിവരികയാണ്. പോലീസിൽ നിന്ന് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇത് കൊട്ടാരത്തിനകത്തെ ഒരു പ്രധാനപ്പെട്ട മുറിക്കുള്ളിലെ അലമാരയിൽ സൂക്ഷിച്ച വസ്തുവകകളാണ്. ഇതിന് ഏതാണ്ട് 2 കോടിയിലധികം രൂപ മൂല്യം വരും എന്നുള്ളൊരു പ്രാഥമിക വിലയിരുത്തൽ പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത് ഏത് തരത്തിലാണ് മിസ്പ്ലേസ്ഡ് ആയത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. സാധാരണഗതിയിൽ അതങ്ങനെ കൊട്ടാരത്തിലെ എല്ലാവരും കൈകാര്യം ചെയ്യുന്ന വസ്തുവകകളല്ല, മറിച്ച് അത് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് സൂക്ഷിച്ച വസ്തുവകകളാണ്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരമ്പരാഗതമായി കൈമാറിയിട്ടുള്ളവയുണ്ട്. മാത്രമല്ല ഈ സർക്കാർ നികുതിയേതര എന്ന വസ്തുക്കളിലേക്ക് തരംതിരിച്ചപ്പോഴൊക്കെ കിട്ടിയിട്ടുള്ള വസ്തുക്കളുണ്ട്. കൂടാതെ ഇവർ അതല്ലാതെ കൊട്ടാരത്തിലെ ആളുകൾ അല്ലാതെ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും ഈ അലമാരിക്കകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും വളരെ പുരാതനമായിട്ടുള്ള പരമ്പരാഗതമായി കൈമാറിയിട്ടുള്ള വജ്രം പതിച്ചിട്ടുള്ള ആഭരണങ്ങൾ, അതേപോലെ തന്നെ മറ്റു ചില സ്വർണ്ണങ്ങൾ, അത് ഈ പറയുന്ന പുറത്തേക്ക് വിദേശത്ത് നിന്നടക്കം കൊണ്ടുവന്ന സ്വർണ്ണങ്ങൾ അക്കാര്യത്തിൽ ഉണ്ട് എന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിന്റെ നിലവിലത്തെ ഒരു എസ്റ്റിമേറ്റ് ആണ് ഈ 2 കോടിയിലധികം രൂപ എന്ന് പറയുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് തുക ഉയർന്നേക്കാം എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആരെങ്കിലും എടുത്തു മാറ്റിയതാണോ അതല്ലെങ്കിൽ അത് പൂർണ്ണാർത്ഥത്തിൽ കവർച്ച ചെയ്യപ്പെട്ടാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പേരൂർക്കട പോലീസ് അന്വേഷിച്ചു വരുന്നത്. സുരക്ഷിത മേഖലയാണ്. മാത്രമല്ല ഈ പോലീസിന്റെ അടക്കം സർവൈലൻസ് എപ്പോഴും ഉള്ള ഒരു സ്ഥലമാണ്. അത് കൊട്ടാരത്തിന്റെ അകത്തെ ഒരു മുറിക്കകത്തുള്ള അലമാരയിൽ നിന്നാണ് ഇതിപ്പോൾ കാണാതായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗൗരി ലക്ഷ്മി ഭായിയുടെ പരാതിയിൽ നിലവിൽ ഇപ്പോൾ പേരൂർക്കട പോലീസ് അന്വേഷണം നടത്തുമ്പോൾ ഫോറൻസിക് പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടത്താനുള്ള ആലോചനയും നീക്കവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. SKN. ഓക്കെ, ഈ അലമാരയിൽ സൂക്ഷിച്ച ആഭരണങ്ങളാണ് പോയതെന്നാണല്ലോ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പോലീസ് എന്ത് നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് വിവരം. 2 കോടി മൂല്യമുണ്ട് എന്ന് കണക്കുകൂട്ടി കഴിഞ്ഞോ? നിലവിൽ ഇപ്പോൾ പ്രാഥമിക എസ്റ്റിമേറ്റ് ആണ് സ്കെയിൻ ഇത്രയും കോടി രൂപയുടെ സ്വർണം എന്നുള്ളത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ കവടിയാർ കൊട്ടാരത്തിൽ 2 തരത്തിലാണ് അവിടുത്തെ വസ്തുവകകൾ, ആസ്തിവകകൾ വേർതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഈ നികുതിയേതര എന്ന രീതിയിൽ പഴയ കൊട്ടാരത്തിന് രാജഭരണകാലത്തിന് ശേഷം പിന്നീട് ജനാധിപത്യ കാലത്തേക്ക് വരുമ്പോൾ കൊട്ടാരത്തിന് അവകാശപ്പെട്ട സ്വത്തെന്ന രീതിയിൽ അന്ന് കൊടുത്തിട്ടുള്ള ആഭരണങ്ങൾ, അത് ഈ വിദേശത്ത് നിന്നടക്കം കൊണ്ടുവന്ന പരമ്പരാഗതമായി നിയമപ്രകാരം കൈമാറിയിട്ടുള്ള വസ്തുവകകളുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് വീണ്ടും കൊട്ടാര ആസ്തി എന്ന നിലയിൽ പിന്നീട് സ്വരൂപിച്ചിട്ടുള്ള വസ്തുവകകളുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ കൊട്ടാരത്തിനകത്തെ ഒരു മുറിക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് പ്രാഥമികമായി ലഭിക്കുന്ന പരാതി. അതങ്ങനെ എപ്പോഴും കൈകാര്യം ചെയ്യുന്ന വസ്തുവകളാണ് നമുക്ക് പറയാനും കഴിയില്ല. കാരണം അത് ഏതെങ്കിലും തരത്തിൽ ആഘോഷ പരിപാടികളുടെ ഭാഗമായി അതല്ലെങ്കിൽ ആചാരങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഇത് പുറത്തേക്ക് എടുക്കാറുണ്ടെന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ എന്തായാലും കൊട്ടാരത്തിനകത്തെ വളരെ കോൺക്രീറ്റഡ് ആയിട്ടുള്ള വളരെ സെക്യൂർ ആയിട്ടുള്ള സ്ഥലത്തായിരുന്നു സൂക്ഷിച്ചിരുന്നത്. കൊട്ടാരം നമുക്കറിയാം വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ഒരു മുറിയിൽ നിന്ന് എങ്ങനെയാണ് ഈ സ്വർണം കാണാതായത്, സ്വർണം കവർച്ച നടന്നത് എന്നുള്ളതാണ് ഇതിലെ പരാതി. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കൊട്ടാരത്തിനകത്ത് പല വിധത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ നഷ്ടമായതാണോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് മിസ്പ്ലേസ് ചെയ്യാനുള്ള സാധ്യത അക്കാര്യത്തിലുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗൗരി ലക്ഷ്മി ഭായ് ആദ്യം സമീപിച്ചത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ്, അതായത് ഈ കമ്മീഷണറുടെ പ്രാഥമിക എസ്റ്റിമേറ്റ് ഒക്കെ പൂർത്തിയാക്കി അതിനുശേഷമാണ് പേരൂർക്കട പോലീസ് ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തിയത്. ആദ്യം ശാസ്ത്രീയ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. ഫോറൻസിക് പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഏതായാലും ഗൗരവത്തിലുള്ള അന്വേഷണം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.